നമസ്കാരം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തുന്നതിനിടെ യുഎഇ രഹസ്യ സന്ദർശനം നടത്തി എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദത്തെ പാടെ തള്ളിക്കളഞ്ഞെത്തിയിരിക്കുകയാണ് യുഎഇ. ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സൈനിക സഹകരണം ശക്തമാക്കുന്നതിനുമായിരുന്നു സന്ദർശനം എന്നായിരുന്നു നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയത്. എന്നാൽ ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ബന്ധത്തിന്റെ വഴിത്തിരിവായി സന്ദർശനം മാറുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ അവകാശവാദം. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം നീർക്കുമിള പോലെ പൊട്ടിപ്പോവുകയാണ്. യുഎഇയിലെത്തിയ നെതന്യാഹു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദുമായി ചർച്ച നടത്തിയെന്ന അവകാശവാദം അപ്പാടെ യുഎഇ നിരസിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പ്രസ്താവന യുഎഇ തള്ളി. ഇസ്രായേൽ പ്രധാനമന്ത്രി യുഎഇ സന്ദർശിച്ചുവെന്നും ഇസ്രായേൽ സൈനിക പ്രതിനിധി സംഘം യുഎഇയിലെത്തി തുടങ്ങിയ റിപ്പോർട്ടുകൾ തള്ളിക്കളയുന്നു എന്നാണ് യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലുമായുള്ള യുഎഇയുടെ ബന്ധം പരസ്യമാണ്. അബ്രഹാം കരാർ പ്രകാരമുള്ള ധാരണയാണ് അത്. സുതാര്യമല്ലാത്ത ഒരു കരാറും ഇരു രാജ്യങ്ങൾക്കിടയിലും ഇല്ല. രഹസ്യ സന്ദർശനം എന്നത് ശരിയല്ല എന്നും യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. നെതന്യാഹുവും ഷെയ്ഖ് മുഹമ്മദും മാർച്ച് 26-നാണ് ചർച്ച നടത്തിയതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും സൈനികമായ ഏകോപനമായിരുന്നു അത്രേ പ്രധാന വിഷയം. യുദ്ധവേളയിൽ ഇറാന്റെ മിസൈൽ പ്രതിരോധിക്കാൻ ഇസ്രയേൽ യുഎഇയെ സഹായിച്ചു എന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ യുഎസ് അംബാസിഡർ മൈക്ക് ഹുബ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ കൂടുതൽ വിവരങ്ങൾ എത്തിയിരുന്നു. എന്തായാലും യുഎഇയുടെ കുറ്റപ്പെടുത്തി ഇറാൻ രംഗത്ത് വരികയും ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി യുഎഇയിലെ രഹസ്യ സന്ദർശനം നടത്തിയെന്ന കാര്യം ഇറാനിലെ സുരക്ഷാ വിഭാഗത്തിന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്നും ഇസ്രായേലുമായുള്ള യുഎഇയുടെ രഹസ്യ ബന്ധം മാപ്പ് അർഹിക്കാത്തതാണ്, എല്ലാ കണക്കിലുണ്ട് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നു. ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചത്. ഇറാൻ തിരിച്ചടി വ്യാപിപ്പിച്ചു എങ്കിലും കൂടുതൽ ആക്രമിച്ചത് യുഎഇ ആയിരുന്നു. ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേലുമായി ചേർന്ന് യുഎഇയുടെ രഹസ്യ നീക്കം നടത്തുന്നു എന്നാണ് ഇറാന്റെ നേരത്തെയുള്ള വിമർശനം. 2020-ലാണ് ഇസ്രായേലും യുഎഇയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിന് അബ്രഹാം കരാർ ഒപ്പുവെച്ചത്. തൊട്ടു പിന്നാലെയാണ് ബഹ്റൈനും മൊറോക്കോയും സുഡാനും കരാറിന്റെ ഭാഗമായത്. സൗദി അറേബ്യ കരാറിൽ ചേർക്കാൻ അമേരിക്ക ശ്രമിച്ചു വരികയായിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ചിത്രം ആകപ്പാടെ മാറി. ഇതോടെ ഇസ്രായേലിനെതിരായ വികാരം പശ്ചിമേഷ്യയിൽ ശക്തപ്പെടുകയും സൗദി പിന്നോക്കം പോവുകയും ചെയ്തിരുന്നു. എന്തായാലും നെതന്യാഹുവിന്റെ സന്ദർശനം പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് യുഎഇ.